കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട്. കൊരട്ടി ജംഗ്ഷനിൽ നിന്നും കോന്നൂർ ഭാഗത്തേക്കുള്ള പ്രവേശനത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ആരോപണം. രാവിലത്തെ കനത്ത മഴയിലാണ് റോഡിൽ വെള്ളം കയറിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ആരോപണം. വാട്ടർ ലെവൽ നോക്കാതെ കാന നിർമ്മിച്ചതിനെ തുടർന്ന് മഴവെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകുന്നില്ല. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി സർവീസ് റോഡിൽ ചരക്ക് ലോറി താഴ്ന്നു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ജംഗ്ഷൻ സമീപം രാവിലെയായിരുന്നു സംഭവം. അങ്കമാലി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോയ ലോറിയാണ് താഴ്ന്നത്. ഒരു വശത്തെ ടയർ എല്ലാം ഉയർന്നു നിന്നിട്ടും ഭാഗ്യം കൊണ്ട് ലോറി തലകീഴായി മറയാതെ നിന്നു. സമീപത്തെ കെട്ടിടത്തിലും മതിലിലും താങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ലോറി ചെരിഞ്ഞതിന് തൊട്ടടുത്താണ് സമീപത്തെ വർക്ക്ഷോപ്പിലേക്കുള്ള വൈദ്യുതി കണക്ഷന്റെ പോസ്റ്റും ഫീസുകളും ഇരിക്കുന്നത്. അത് തട്ടാതിരുന്നത് വലിയ ഭാഗ്യമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകുവാൻ ഒരുക്കിയിരിക്കുന്ന ബദൽ റോഡിനോട് ചേർന്നുള്ള കാനയുടെ മുകളിലൂടെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കയറിപ്പോയപ്പോൾ ലോറിയുടെ ടയറുകൾ കാനയോട് ചേർന്നുള്ള ചെളിയിൽ താഴ്ന്നു പോകുകയായിരുന്നു. കനത്ത മഴയിൽ പരിയാരം പഞ്ചായത്തിലെ മണലായിൽ കർഷകനായ ഡേവിസിന്റെ 1500 വാഴകൾ വെള്ളത്തിലാണ്. പ്രദേശത്ത് മഴക്കെടുതികൾ തുടരുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി.